മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷൻ സിംപ്ലി മീൻസ് ദി എഡ്യൂക്കേഷൻ ഡെലിവേർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ത്രൂ ഇൻ്റർനെറ്റ്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതായത് ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം, ത്രൂ ഇൻ്റർനെറ്റ് ആണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് വൈ ഇൻ്റർനെറ്റ് ടു ദി സ്റ്റുഡൻസ് യൂസിങ് ഹോം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ ഇത് കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ PC പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനും ഓൺലൈൻ ലേണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഡെഫിനേഷൻ പറയുന്നുണ്ട്. കാൾ ലിനിയർ ഡിഫൈൻസ് ആസ് ഓൺലൈൻ ലേണിംഗ് ആസ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ദാറ്റ് ഈസ് പ്രസൻറ്റഡ് ബൈ കമ്പ്യൂട്ടർ. ഇപ്പോൾ കമ്പ്യൂട്ടർ വഴി നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഓൺലൈൻ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈവൻ ദോ ദി ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ സ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ട്രഡീഷണൽ മോഡൽ, ദി ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് ഇവോൾവിങ് അറ്റ് എ ക്വിക്ക് പേസ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതലായിട്ടും ട്രഡീഷണൽ മോഡലാണ്. പക്ഷെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നു. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ദി എഡ്യൂക്കേഷൻ ഡെലിവേർഡ് ത്രൂ ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി കൊടുക്കുന്നതിനാണെന്ന് പറയുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദി യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. ഫോക്കസ് ഷിഫ്റ്റഡ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. മെയിനായിട്ട് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് നിന്ന് ലേണിങ്ങിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ മാറിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റേറ്റ് ഓൺലൈൻ ലേണിംഗ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഓൺലൈൻ ലേണിങ്ങിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. കൂടാതെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് സ്റ്റുഡൻറ് സെൻറ്റേർഡ്. സ്റ്റുഡൻസിനാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഏതിലുള്ളത്, ഓൺലൈൻ എഡ്യൂക്കേഷനിലുള്ളതെന്ന് പറയുന്നുണ്ട്. ദെൻ ഇറ്റ് യൂട്ടിലൈസസ് വെറൈറ്റി ഓഫ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് വഴിയായിരിക്കാം, ഡിഫറെൻറ്റ് സൈറ്റ്സിലായിരിക്കാം. പല രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള വഴി ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇറ്റ് ഷുഡ് ബി ഇൻറ്ററാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്ററാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല ഇൻറ്ററാക്ഷനും കാര്യങ്ങളൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. വി ഓൾ ലിവ് ഇൻ ദി ഡിജിറ്റൽ ഏജ് ഓർ ഇൻഫോർമേഷൻ ഏജ്. ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഏത് യുഗത്തിലാണ്, ഡിജിറ്റൽ ഏജിലാണെന്ന് പറയുന്നുണ്ട്. എ ഡിജിറ്റൽ ഏജ് ലേണർ ഈസ് സംവൺ ഹു യൂട്ടിലൈസസ് ദി ഡിജിറ്റൽ ടെക്നോളജി ഫോർ ലേണിംഗ്. അപ്പോൾ ഡിജിറ്റൽ ഏജ് ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പഠിക്കാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി ആണെന്ന് പറയുന്നുണ്ട്. ഓൾ ലേണേഴ്സ് യൂട്ടിലൈസിങ് ദി ഓൺലൈൻ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ കാൾഡ് ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. അപ്പോൾ എല്ലാവരും ആരൊക്കെയാണോ എന്ത് ചെയ്യുന്നത്, നമ്മളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതായത് നമ്മൾ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയാം. ദേ ആർ ടെക്നോളജി സേവി സ്റ്റുഡൻസ് ഓർ ഡിജിറ്റൽ ലിറ്ററേറ്റ്സ്. എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് എല്ലാവരും ടെക്നോളജി, അതായത് ഇൻ്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചും ഇതിനൊക്കെ കുറിച്ച് നന്നായിട്ട് അവയർനെസ് ഉള്ള വ്യക്തികളായിരിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ എഡ്യൂക്കേഷൻ പോസിബിൾ ആകുള്ളൂ. Digital age learners know how to navigate and find the appropriate educational content from the web. കൂടാതെ ലേണേഴ്സിന് നമുക്ക് എവിടെ നിന്നൊക്കെ കണ്ടൻറ്റ് കിട്ടും, എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം, എങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ആർക്ക് ഉണ്ടായിരിക്കണം, ഡിജിറ്റൽ ലേണേഴ്സിന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. ബിസി വിത്ത് അതർ വർക്ക്സ് ഓർ എംപ്ലോയ്മെൻറ്റ്. മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ലേണിംഗ് ഫ്രം ഹോം ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ്. മിക്കവാറും ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തൊന്നും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നവരൊക്കെ നമുക്ക് ഈ ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയാം. ഇംപാഷൻറ്റ്. ദേ വാണ്ട് ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫാസ്റ്റ് വിത്ത് മിനിമം എഫേർട്ട്. മെയിനായിട്ട് ഇംപേഷ്യൻ്റ് ആയിട്ട്, അത് ക്ഷമയില്ലാത്ത ആളുകളായിരിക്കും. കാരണം അവർക്ക് പെട്ടെന്ന് അവർക്ക് എന്താണോ ക്വസ്റ്റ്യൻ അതിന് ആൻസർ കിട്ടുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കും ഇതിൽ വരുന്നത് ഈ ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയുന്നത്.
digital natives, digital literates, and tech savvy. They have a grow up with digital technologies. They have knowledge and skill in using technology. അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണ്? എല്ലാ കമ്പ്യൂട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡുള്ള പരിജ്ഞാനം ആർക്കുണ്ടായിരിക്കണം? ഈ ഡിജിറ്റൽ ലേണേഴ്സിനുണ്ടായിരിക്കുമെന്ന് പറയുന്നു. Utilize different technologies to access knowledge using mobile devices, advanced software and applications. അപ്പോൾ എന്ത് ചെയ്യാം, ഇവർ ഡിഫറെൻറ്റ് ടെക്നോളജി എന്ത് ചെയ്യും, നോളജിന് വേണ്ടിയിട്ട് നോളജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. മൊബൈൽ ഡിവൈസ് ആയിരിക്കാം, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ സച്ച് ആസ് വാട്സപ്പ്, ഫേസ്ബുക്ക് ആൻഡ് ട്വിറ്റർ. അപ്പോൾ ഇതിലൊക്കെ എന്തായിരിക്കും, ഇവർ ആക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെൽഫ് മോട്ടിവേറ്റ് ടു ലേൺ എന്ന് പറയുന്നുണ്ട്. എന്താണ്, ഇതൊരു സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് മിക്കവാറും ആർക്കുള്ളത്, ഈ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയുന്നത്. കാരണം സ്വന്തം പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രമേ അങ്ങനെ പഠിക്കാൻ കഴിയുള്ളൂ. ദെൻ റോൾ ഓഫ് ടീച്ചർ ഇൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ടീച്ചർക്ക് എന്ത് റോളാണ് ഉള്ളതെന്ന് നോക്കാം. Developer of course material. One of the most important responsibility of the teacher is to design and develop a course of material in electronic format. It takes much time than in traditional education. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടീച്ചറെ ആദ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ കണ്ടൻസ് എല്ലാം എന്ത് ചെയ്യണം, അതൊരു ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ടീച്ചറെ ഉത്തരവാദിത്വം എന്ന് പറയുന്നുണ്ട്. മെയിനായിട്ട് നമ്മളൊരു ട്രഡീഷണൽ ക്ലാസ്സുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം എന്തിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഈ ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടി ടീച്ചർ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. അടുത്തത് ഗൈഡ് ആൻഡ് മോട്ടിവേറ്റർ. ഓൺലൈൻ ടീച്ചർ ഹാസ് ടു പ്ലേ ദി റോൾ ഓഫ് എ ഗൈഡ് ആൻഡ് ഷുഡ് മോട്ടിവേറ്റ് ദി സ്റ്റുഡൻസ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, നമ്മൾ ആരൊക്കെയാണോ ഈ ഒരു ഓൺലൈൻ ലേണേഴ്സ് അല്ലെങ്കിൽ ഈ ലേണേഴ്സ്, അപ്പോൾ അവരൊക്കെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഒരു ടീച്ചർക്ക് ഉണ്ടെന്ന് പറയുന്നു. ദെൻ ടെക് സേവി. ടീച്ചർ മസ്റ്റ് പ്രൊഫിഷ്യൻറ്റ് ഇൻ ദി യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി എസ്പെഷ്യലി കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ് ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ ലേണേഴ്സ് മാത്രം ടെക് സേവി ആയ പോരാ, ടീച്ചേഴ്സും എന്തായിരിക്കണം, ടെക് സേവി ആണെന്ന് പറയുന്നത്. കാരണം അതിനെക്കുറിച്ചുള്ള എല്ലാ അറിവും ആർക്കും ഉണ്ടായിരിക്കണം, ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. Then effective communicator. Online communication is different that of traditional classroom communication. Online teacher must be able to manage all online communication medias and techniques effectively. ഇപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാ ഒരു ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷനിലുള്ള പോലെയുള്ള കമ്മ്യൂണിക്കേഷനൊന്നും എവിടെ പറ്റില്ല, ഒരു ഓൺലൈനിൽ പറ്റില്ല, ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ മീഡിയാസും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവായിരിക്കണം ഒരു ഓൺലൈൻ ടീച്ചർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ദെൻ മോഡറേറ്റർ ആൻഡ് ഫെസിലിറ്റേറ്റർ. ആസ് ദാറ്റ് ഓഫ് ട്രഡീഷണൽ ക്ലാസ് റൂം, ദി ടീച്ചർ ഹാസ് ടു പ്ലേ ആസ് എ മോഡറേറ്റർ ഫെസിലിറ്റേറ്റിംഗ് ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലേണേഴ്സ്. അപ്പോൾ എന്താ, ടീച്ചർക്ക് ഒരു മോഡറേറ്റർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ റോൾ എവിടെ ഉണ്ട്, ഒരു ഓൺലൈൻ ടീച്ചിങ്ങിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂം റൺ ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം, ടീച്ചർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ദെൻ കോ ലേണർ. ഓൺലൈൻ ടീച്ചർ മസ്റ്റ് ബി എ ലൈഫ് ലോങ് ലേണർ, നോട്ട് ഓൺലി ടുവേർഡ്സ് കോഴ്സ് കണ്ടന്റ് ബട്ട് ഓൾസോ ടുവേർഡ്സ് മെത്തേഡ്സ് ഓഫ് ഓൺലൈൻ ടീച്ചിങ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ടീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. എന്താ, നമ്മുടെ കണ്ടൻറ്റിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ടെക്നോളജിയെക്കുറിച്ചും ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചും എപ്പോഴും ലേണിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം. ദെൻ അസസ്മെൻറ്റ്. ടീച്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് അസസ്മെൻറ്റ്. ബോത്ത് ഫോർമാറ്റീവ് ആൻഡ് സമ്മറ്റീവ് അസസ്മെൻറ്റ് മേ ബി എംപ്ലോയ്ഡ് ടു ചെക്ക് ദി ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഓഫ് ദി ലേണർ. ഇപ്പോൾ ലേണേഴ്സിനെ അസസ് ചെയ്യുക, അത്രത്തോളം അവർ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവർ പഠിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ഒരു ടീച്ചർക്കാണെന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട്. ടീച്ചർ ഈസ് റെസ്പോൺസിബിൾ ടു ക്ലാരിഫൈ ദി ക്വറീസ് റൈസ്ഡ് ബൈ ദി റെസ്പോണ്ടൻസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷണൽ ടൈം. ഇപ്പോൾ ടീച്ചർ എന്തായിരിക്കണം, എപ്പോഴും കുട്ടികൾക്ക് വരുന്ന എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്തായാലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നു.
ദെൻ റോൾ ഓഫ് ലേണർ ഇൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് ഒരു ലേണർക്ക് ഓൺലൈൻ എഡ്യൂക്കേഷനിലുള്ള റോൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ടെക് സാവി, എന്താണ് നമ്മൾ ടെക്നോളജിയെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ കൊളാബറേറ്റീവ് ആൻഡ് കോമ്പിറ്റൻസി, ഹി മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് കമ്മ്യൂണിക്കേറ്റ് വെൽ ഓൺലൈൻ വിത്ത് ടീച്ചേഴ്സ് ആൻഡ് കോ ലേണേഴ്സ്. അപ്പോൾ എന്താ, നല്ല ഒരു കൊളാബറേറ്റ് എല്ലാ ടീച്ചേഴ്സുമായിട്ടും അല്ലെങ്കിൽ എന്തായിരിക്കണം അവരൊപ്പം പഠിക്കുന്ന കുട്ടികളുമായിട്ടും എന്തുണ്ടായിരിക്കണം, നല്ല ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആർക്കുണ്ടായിരിക്കണം, ഈ ഒരു ലേണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് സെൽഫ് ഡയറക്റ്റിംഗ്, ഹി മസ്റ്റ് ബി റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലേണിംഗ് പ്രോസസ് വളണ്ടറിലി. ലേണേഴ്സ് എല്ലാവരും സ്വമേധയാ ലേണിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. വില്ലിംഗ് ടു കമ്മിറ്റ് ടൈം, ഹി മസ്റ്റ് ബി വില്ലിംഗ് ടു കമ്മിറ്റ് സഫിഷ്യൻറ്റ് ടൈം ഫോർ ഹിസ് സ്റ്റഡീസ്. അപ്പോൾ ഏത് തിരക്കുള്ള വ്യക്തിയാണെങ്കിലും എന്തായിരിക്കണം, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം എന്നാണ് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കർ, ഹി മസ്റ്റ് ഹാവ് എബിലിറ്റീസ് ടു തിങ്ക് റാഷണലി ആൻഡ് ലോജിക്കലി. അപ്പോൾ എപ്പോഴും ഒരു ഓൺലൈൻ ലേണർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ക്രിട്ടിക്കൽ തിങ്കർ ആയിരിക്കണമെന്ന് പറയുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ അസസ്മെൻറ്റ് പ്രോസസ്, ഹി മസ്റ്റ് അണ്ടർഗോ റെഗുലർ അസസ്മെൻറ്റ് ബൈ ദി ടീച്ചർ ഓർ ത്രൂ ഓൺലൈൻ ക്യൂസ്. ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ലേണർ ഒരു അസസ്മെൻറ്റ് വിധേയനാണ്. അത് മേ ബി ഒരു ടീച്ചർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓൺലൈൻ ക്യൂസസ് അവൈലബിൾ ആണ്. അത് വെച്ച് സ്വയം ഒന്ന് അസസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ സ്റ്റഡി മുന്നോട്ട് പോകേണ്ടത്. അപ്രോച്ചസ് ഇൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ, അപ്രോച്ചസ് ഫോർ ഇ ലേണിംഗ് ഡെലിവറി, സെൽഫ് പേസ്ഡ് ആൻഡ് ഇൻസ്ട്രക്ടർ ലെഡ്. രണ്ടെണ്ണമാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ഇൻ സെൽഫ് പേസ്ഡ് ലേണിംഗ് ദി ലേണേഴ്സ് ഇനീഷ്യേറ്റ് ആൻഡ് ഡയറക്റ്റ് ദെയർ ഓൺ ലേണിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് ദി വോളണ്ടറി ലേണിംഗ് ത്രൂ ഓൺലൈൻ മോഡ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ ലേണർ സ്വന്തമായി പഠിക്കുന്നൊരു കേസാണ്. അദ്ദേഹം സ്വയം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, പഠിക്കുന്നൊരു ഓൺലൈൻ വഴി മെറ്റീരിയൽ പഠിക്കുന്ന ഒരു കേസാണ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത് ഇൻസ്ട്രക്ടർ ലെഡ് ലേണിംഗ് ഈസ് ദി ലേണിംഗ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ബൈ എ ടീച്ചർ ഓർ ഇൻസ്ട്രക്ടർ. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താ, സ്വമേധയാ പഠിക്കുകയല്ല എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനെ ഡയറക്റ്റ് ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ടറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ലേണിംഗ് എൻവയോൺമെൻറ്റ് ഈസ് പേർപ്പസ്ഫുള്ളി ക്രിയേറ്റഡ്. അപ്പോൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ക്ലാസ് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡിൽ വരുന്നത്. Then synchronous and asynchronous learning. Synchronous learning occur in real time with the live interaction of all participants. For example, online classes through Google Meet or Zoom. അപ്പോൾ സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ എപ്പോഴാണോ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് അതേ സമയം തന്നെ എന്തുണ്ടായിരിക്കാം, ലേണറും ഓൺലൈനിൽ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ രീതിയാണ് എന്ത് പറയുന്നത്, സിങ്ക്രോണസ് എന്ന് പറയുന്നത്. In asynchronous learning, students are learn pre-recorded or pre-written material at different times and locations. Example, learning through YouTube recorded classes. അപ്പോൾ ഇതെന്തായിരിക്കണം, ഒരു റിയൽ ടൈം ക്ലാസ് ആയിരിക്കില്ല. എന്തായിരിക്കാം, ഓൾറെഡി ടീച്ചർ എന്തെങ്കിലും മെറ്റീരിയലും കാര്യങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ലേണറുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ലേണർ പഠിച്ചെടുക്കുന്ന കേസാണ് എന്ത് പറയുന്നത് അസിൻക്രണസ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then linear and non-linear learning. Linear learning is directed, controlled and program-centered approach. Learners has to complete a certain level of content before moving to the next one. അപ്പോൾ ലീനിയർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒരു സീക്വൻസ് ആയിക്കൊണ്ട് ഒരു മൊഡ്യൂൾ പഠിച്ച് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് മൊഡ്യൂള് നെക്സ്റ്റ് അങ്ങനെ ഒരു സീക്വൻസ് ആയിക്കൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ലീനിയർ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിയാതെ എന്തായിരിക്കാം, രണ്ടാമത് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുന്ന ഓൺലൈൻ കോഴ്സസ് വിത്ത് സ്പെസിഫിക് മൊഡ്യൂൾസ്. Non-linear is a flexible approach to learning. Learners are provided with a variety of options and they can choose their own path. There is no particular sequence of learning process. Example, learning through assignments. അപ്പോൾ രണ്ടാമത്തെ കേസിൽ വരുന്നത് എന്താണെങ്കിൽ നോൺ ലീനിയറിൽ പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക സീക്വൻസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്ക് അതിനനുസരിച്ച് എവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അസൈൻമെൻറ്റിന് വേണ്ട മെറ്റീരിയലിന് കണ്ടൻറ്റ് എന്നാൽ എവിടെ നിന്നും ആക്സസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയാണ് നോൺ ലീനിയർ അപ്രോച്ച് എന്ന് പറയുന്നത്.
പിന്നെ കൂടാതെ എന്തായിരിക്കാം ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളൊരു സീക്വൻസും കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരിക്കില്ല എന്ന് പറയുന്നു. Then individual and collaborative learning. Individual learning is self-learning or individualized instruction by the teacher. The individual learning, there is no scope for interaction with other learners. അപ്പോൾ ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് മാത്രമായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ് ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിന് ടീച്ചറുമായിട്ട് മാത്രമേ ഇൻട്രാക്ഷൻ ഉണ്ടാവുള്ളൂ, ഒരിക്കലും എന്തായിരിക്കണം ഉണ്ടാവില്ല, കോളേണേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. Collaborative learning is a situation in which two or more people learn or attempt to learn something together. Students are able to socially interact with other students. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ടീച്ചറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് കോളേണേഴ്സ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം ഈ ഒരു കൊളാബറേറ്റീവ് ലേണിങ്ങിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ലേണേഴ്സുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ എവിടെ പോസിബിളാണ്, കൊളാബറേറ്റീവ് ലേണിങ്ങിൽ പോസിബിളാണ്. Then e-learning as a service industry. Service industry is an industry or business that creates and delivers service rather than tangible products. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർവീസാണ്, അതായത് ഒരു കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന പോലെയല്ല, നമ്മൾ സർവീസായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു എഡ്യൂക്കേഷൻ ആർക്ക് കൊടുക്കുന്നത്, ലേണേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണെന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ ലേണിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ലേണിങ്ങിലൂടെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ബൈജൂസ് ആപ്പ് ആണെങ്കിൽ പോലും അങ്ങനെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സിൻസ് ദി എഡ്യൂക്കേഷൻ സർവീസ് ഈസ് പ്രൊവൈഡഡ്, ഇ ലേണിംഗ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി. കാരണം ഇ ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് ഇത് കണക്കാക്കുന്നതെന്ന് പറയുന്നു. ദി ഇ ലേണിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് എ പ്രൊഡക്റ്റീവ് വൺ, വിറ്റ്നസിങ് എ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് അറൗണ്ട് 25% ഇയർ ഓൺ ഇയർ. അപ്പോൾ എന്താ, ഓരോ വർഷം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 25% ഇൻക്രീസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഏതിലുണ്ട്, ഓൺലൈൻ ലേണിങ്ങിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഈസ് പ്രൊജക്റ്റഡ് to be a $1.69 billion industry by 2021. അപ്പോൾ എന്താണ്, 2021 ആകുമ്പോൾ ഏകദേശം പറയുന്നത് ഒരു $1.96 ബില്യൺ ഒരു പ്രൊജക്റ്റായിട്ട് എന്ത് മാറും, ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് ഇൻഡസ്ട്രി ആയിട്ട്, ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മളെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Then e-learning and online education can be considered as a service industry because of the following reasons. അപ്പോൾ നമ്മളിതൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. എ സ്പെഷ്യലൈസ്ഡ് സർവീസ് ഈസ് പ്രൊവൈഡഡ് ടു ദി സൊസൈറ്റി ത്രൂ ഓൺലൈൻ എഡ്യൂക്കേഷൻ. അപ്പോൾ നല്ല സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓൺലൈൻ വഴി സമൂഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നു. ഇ-ലേണിംഗ് മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് വർക്കിംഗ് ഫോർ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഫീൽഡിൽ എന്താണ്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. മോസ്റ്റ് ഓഫ് ദി എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പെയ്ഡ്. അപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, എല്ലാ ഒരു സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താ എഡ്യൂക്കേഷൻ ഓൺലൈൻ കൊടുക്കുന്നവർ ചിലത് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. കാരണം യൂട്യൂബിലെ കമ്പനി ഇൻഡയറക്റ്റ്ലി ഉള്ള പേയ്മെൻറ്റാണ്, യൂട്യൂബ് ആയിരിക്കും വ്യൂസിനനുസരിച്ച് എമൗണ്ട് കൊടുക്കുന്നത്. കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഹ്യൂജ് ഫണ്ട്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇ-ലേണിംഗ് ടൂൾസ്. അപ്പോൾ ഇ-ലേണിംഗ് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ കമ്പനീസ് ഒരുപാട് എമൗണ്ടും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനും ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. മെനി ട്രഡീഷണൽ കോഴ്സസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആർ റീപ്ലേസ്ഡ് ബൈ ഓൺലൈൻ കോഴ്സസ്. അപ്പോൾ ട്രഡീഷണലായിട്ട് വരുന്ന ഒരുപാട് ക്ലാസ്സുകളൊക്കെ എന്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എഡ്യൂക്കേഷൻ സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു ദി എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പോൾ എന്താ എഡ്യൂക്കേഷൻ സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട്. ഇ-ലേണിംഗ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ എന്താ പറയുക, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ടിൽ ദി എൻഡ് ഓഫ് ലാസ്റ്റ് സെഞ്ച്വറി
ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ വാസ് വർക്കിംഗ് ഓൺ ദി ട്രഡീഷണൽ ക്ലാസ് റൂം ബേസ്ഡ് ലേണിംഗ്. അപ്പം നമ്മൾ എന്ത് പറയുന്നുണ്ട്, ലാസ്റ്റ് സെഞ്ചുറി വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മെയിനായിട്ട് ഇന്ത്യയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രഡീഷണൽ ലേണിങ്ങിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദി കൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ ഇവോൾവ്ഡ് ഇൻ ദി ബിഗിനിങ് ഓഫ് 21st century. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ ഡിജിറ്റൽ ലേണിംഗ് ഇന്ത്യയിൽ വരുന്നത് എന്താണ് 21ാം നൂറ്റാണ്ട് മുതലാണെന്ന് പറയുന്നു. Now the hybrid system of learning, both online and offline, is followed in India. ഇന്ത്യയിൽ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് ഓൺലൈൻ്റെയും അതുപോലെ തന്നെ ഓഫ്ലൈൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. ഇ ലേണിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് വിറ്റ്നസ്സിങ് എ സ്റ്റഡി ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓരോ വർഷവും ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റാണ്. അതായത് ഓരോ വർഷം കഴിയും തോറും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ കീ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഗ്രോത്ത് ഓഫ് ഇ ലേണിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഇന്ത്യയിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കീ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈസിങ് ഡിമാൻഡ് ഫ്രം വേരിയസ് സെഗ്മെൻറ്റ്സ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ നിന്നും ആരോഗ്യ മേഖലയിൽ നിന്നും എല്ലാവർക്കും എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ തീർച്ചയായിട്ടും എന്താവശ്യമാണ്, ഈ ലേണിംഗ് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രോയിങ് നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺ യൂസേഴ്സ്. സ്മാർട്ട് ഫോൺ യൂസേഴ്സിൻ്റെ ഇൻക്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ലേണിങ്ങിന് ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് ഇംപ്രൂവിങ് പെനട്രേഷൻ ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം നമുക്കിപ്പോൾ രാജ്യം മൊത്തം സുലഭമായിട്ട് അവൈലബിൾ ആണ്. കാരണം എല്ലാ കമ്പനീസും ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പെർ ഡേ 1-2 GB വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കമ്പനീസും ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കാരണമായിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെല്ലാം വന്നിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ അറ്റ് ദി ഗവൺമെൻറ് ലെവൽ. ഗവൺമെൻറ് ലെവലിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ള പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വലിയൊരു ഫാക്ടറാണ്. അവൈലബിലിറ്റി ഓഫ് ഫ്രീ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വളരാനുള്ള കാരണങ്ങളായിട്ടുണ്ട്. ദെൻ ചലഞ്ചസ് ഓഫ് ഇ ലേണിംഗ് ഇൻ ഇന്ത്യ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചലഞ്ചസ് ആണ് ഇവിടെ ഇന്ത്യയിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡോമിനൻസ് ഓഫ് ഗവൺമെൻറ് സെക്ടർ വിച്ച് സ്റ്റിക്ക് ഓൺ കൺവെൻഷണൽ ലേണിംഗ്. അപ്പോൾ എന്താണ്, ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് കൺവെൻഷണൽ ലേണിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നു. മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ ഈസ് ലിവിങ് ഇൻ റൂറൽ ഏരിയാസ് വേർ ദർ ഈസ് നോ സഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇ ലേണിംഗ്. അപ്പോൾ എന്താണ്, ഇന്ത്യയിൽ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ ഏരിയാസാണ് പോപ്പുലേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്കൊന്നും ഇതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടൊക്കെ എത്താത്തൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അവിടെ അവൈലബിൾ അല്ല എന്ന് പറയുന്നു. ഹൈ ഡിജിറ്റൽ ഡിവൈഡ്, ഹൈ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിജിറ്റൽ ലിറ്ററേറ്റ്സ് ആൻഡ് ഇല്ലിറ്ററേറ്റ്സ്. അപ്പോൾ വേറെ പ്രശ്നമാണ് എന്താണ്, ഒരുപാട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ആര് തമ്മിൽ, അതായത് ഈ ലിറ്ററേറ്റും അതുപോലെ തന്നെ ലിറ്ററേറ്റും തമ്മിൽ. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാം, ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാത്ത പ്രശ്നമൊക്കെ എന്താണ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ടുണ്ട്. സ്ലോ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വളരെ സ്ലോ ആയതുകൊണ്ട് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഹൈ കോസ്റ്റ് ഓഫ് ടെക്നോളജി, കോസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് കണക്ടിവിറ്റി. അപ്പോൾ നമുക്കിത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് കൂടുതലും അതും ഒരു പ്രോബ്ലമായിട്ട് എന്താണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഇന്ത്യയിൽ എന്താണ് ഇ ലേണിങ്ങിന് വരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.